മനോജ് എങ്ങനെ പഠിക്കാറ്? ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ട് ഇപ്പം എന്താണ് സോഫ്റ്റ്വെയർ ആണോ അത്? അത് ടോക്കിംഗ് സോഫ്റ്റ്വെയർ ആണ്. NVDA നോൺ വിഷ്വൽ ഡെസ്ക്ടോപ്പ് ആക്സസ് എന്ന് പറയും. ഞാൻ ലാപ്ടോപ്പ് ഉപയോഗിക്കും, മൊബൈൽ ഫോൺ ഉപയോഗിക്കും. അപ്പൊ അത് റീഡ് ചെയ്തിട്ട് അത് നമ്മൾ എന്താണ് പ്രസ് ചെയ്യുന്നത് അതിനനുസരിച്ച് അത് സ്പോക്കൺ ഫീഡ്ബാക്ക് തരും. അപ്പൊ അങ്ങനെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അല്ലെ? അപ്പൊ കുഞ്ഞിലേ മുതൽ അങ്ങനെ തന്നെയാണോ ചെയ്യാറ്? അല്ല, കുഞ്ഞിലേ മുതൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 4th 5th വരെ ബ്രെയിൽ ലിപിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ബേസിക് ആയിട്ട് വായിക്കാൻ എന്തും കാര്യങ്ങൾക്കും എല്ലാം ബ്രെയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ 6th 7th മുതലാണ് ഈ കമ്പ്യൂട്ടർ, അത് കീഴ്മാട് ബ്ലൈൻഡ് സ്കൂളിൽ തന്നെയാണ് പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ കൂടെ വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ അവരുടെ പരീക്ഷകളും മറ്റു കാര്യങ്ങളും എല്ലാം അവിടെ നിന്ന് തന്നെ ചെയ്യാൻ പരിശീലിപ്പിച്ചു. പിന്നെ അത് പിന്നെ മൊബൈലിലേക്ക് അത് കൊണ്ടുവന്നതും മോൻ തന്നെയാണ്. പിന്നെ മൊബൈൽ വഴി ഇത് ചെയ്യാന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ മൊബൈലിൽ കേൾക്കലും നോട്ട്സ് തയ്യാറാക്കലും എല്ലാം അത് തന്നെയാണ്. ഇപ്പൊ നേരത്തെ അങ്ങനെ ഒരു സ്കൂളിൽ പഠിച്ചിട്ട് പിന്നീട് ഇപ്പോ എന്താ പറയാ ഒരു മിക്സഡ് ആ ഒരു സ്കൂളിലേക്ക് വന്നപ്പോഴേക്കും ഉള്ളൊരു ബുദ്ധിമുട്ട്, ടെൻഷൻ അല്ല, അത് ബ്ലൈൻഡ് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ പാരൻസ് ഒക്കെ പറയാണ്ട് ശരിക്കും 4 വരെ ഇവർക്ക് ബ്ലൈൻഡ് സ്കൂളിൽ പഠിക്കേണ്ട കാര്യമുള്ളൂ. കാരണം വായിക്കേണ്ട ആ ഒരു ബേസ്, അവർക്കൊരു ലിപി ഉണ്ടല്ലോ, അത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ് പറഞ്ഞാൽ നോർമൽ കുട്ടികളുടെ ഇടയിൽ തന്നെ ഇവർ വരണം എന്നുള്ളതാണ്. പക്ഷെ ഞങ്ങൾ ബേസ് നല്ലപോലെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ബ്ലൈൻഡ് സ്കൂളിൽ നിന്നത് കൊണ്ടാണ് ഈ കമ്പ്യൂട്ടറിനെ കുറിച്ചും എല്ലാം അതിന് ആധികാരികമായിട്ടൊരു അറിവുണ്ടാവാൻ കാരണം. അതിനുശേഷം കുട്ടമശ്ശേരിക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സൊക്കെ കുട്ടമശ്ശേരിയിൽ 8ാം ക്ലാസ് മുതലാണ്, 8ൽ പിന്നെ 2020 കോവിഡിൻ്റെ ടൈമിൽ 8ാം ക്ലാസ് പൂർണ്ണമായിട്ടും പോകാൻ കഴിഞ്ഞില്ല. 9ാം ക്ലാസ് പാതിയോട് കൂടിയിട്ടാണ്, 9ഉം 10ഉമാണ് പിന്നെ അതാണ്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞപ്പോഴും ടീച്ചേഴ്സിന് എല്ലാവർക്കും വരെ മോൻ്റെ ഒരു കൂട്ടുകാരനും കൂടിയുണ്ട്. ഇവർ രണ്ടുപേരും ഈക്വലി ടാലന്റഡ് ആണ്. ഏതൊരു വിഷയമാണെങ്കിലും രണ്ടുപേരും കോമ്പറ്റേറ്റീവ്, അങ്ങനെ ഒരു മൈൻഡ് സെറ്റും കൂടി ഉള്ളത് കൊണ്ട് ഒന്നിനൊന്ന് ബെറ്റർ ആവുക എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ സ്കൂളിൽ ആ വർഷത്തെ ടോപ്പറും ഇവർ രണ്ടുപേരും തന്നെയാണ്. അപ്പൊ മത്സരിച്ചാണ്. അപ്പൊ ഏതൊരു പ്രോഗ്രാമിനാണെന്ന് പറഞ്ഞാലും ഇപ്പൊ ഔട്ട്സൈഡ് ക്വിസ് ആണെങ്കിലും എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും സ്കൂളിനെ റെപ്രസെന്റ് ചെയ്തിട്ട് പോകുന്നത് മനോജായിരിക്കും. ക്വിസിലൊക്കെ ജില്ലാതലം വരെ എത്തിയിട്ടുണ്ട്, എറണാകുളം ജില്ലയിലേക്കൊക്കെ. പിന്നെ സ്വിമ്മിങ്ങില് സ്വിമ്മ് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതൊന്നുമില്ല, 7ൽ പഠിക്കുമ്പോൾ പെരിയാർ ക്രോസ് ചെയ്തിട്ടുണ്ട്. അതും ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഹാർഡ് വർക്കിന്റെ ഒരു ഇത് തന്നെയാണ്. അതാണ്. അപ്പൊ എന്തെങ്കിലും ഒന്ന് തോന്നിക്കഴിഞ്ഞു പറഞ്ഞാൽ അത് പഠിച്ചെടുക്കുക എന്നുള്ളൊരു ആശയമുണ്ട്. പിന്നെ സൈക്കിള് ചവിട്ടും. സൈക്കിള് ചവിട്ടാൻ നമ്മളൊന്നും പഠിപ്പിച്ചു കൊടുത്തതല്ല. അത് ഞാൻ ഇപ്പം വലിയ മോനെ ഞാൻ സൈക്കിള് ചെറുത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇവൻ എന്താ പറയുക ഇടയിൽ ഇങ്ങനെ ചെറിയതായതുകൊണ്ട് അത് ചവിട്ടിയിട്ട് വീണ് കഴിഞ്ഞു പറഞ്ഞാൽ അതൊന്നും ഉണ്ടാക്കാതെ അത് തനിയെ ചവിട്ടി കുറച്ചു ദൂരം ഇതായിട്ടുണ്ട്. ഇല്ലില്ല, ഞങ്ങളൊന്നും ഇല്ല, വേണ്ട. അങ്ങനെ സൈക്കിൾ ചവിട്ടാൻ അറിയാം. അതൊക്കെ ചെയ്യും. അപ്പൊ അതൊക്കെ ഒരു അതാ പറഞ്ഞത്, ഒരു ഹാർഡ് വർക്ക് ഉണ്ട് എന്ന് കഴിഞ്ഞ് പറഞ്ഞാൽ ലക്ഷ്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ അത് എത്തുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അത് ഞാനിവിടെ വന്നപ്പോ ഇങ്ങനെ അത് ഇവർക്ക് ആർക്കും ഒരു പുത്തരിയായിട്ടുള്ള കാര്യം, അവർക്ക് വലിയ സംഭവം അല്ല. ഓൾറെഡി മനോജ് നന്നായിട്ട് പഠിക്കും എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇത് വലിയ പിന്നെ CBSE ഉടനെ വരുമ്പോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ആർക്കും അറിയില്ല എങ്ങനെയായിരിക്കും എന്നുള്ളത്. അവർക്കും കാരണം ഇങ്ങനെയുള്ള കുട്ടി സെന്റ് ആന്റണീസില് ആദ്യത്തെ കുട്ടിയാണ്. ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ് ഇവിടെ വന്ന് പഠിക്കുന്നത് തന്നെ അവരുടെ എന്താ പറയുക ഈ സ്കൂൾ ചരിത്രത്തിൽ ആദ്യമാണ്. അപ്പോൾ ഞങ്ങൾ പഠിപ്പിക്കുന്നത് അവന് മനസ്സിലാവുമോ, അത് ക്യാച്ച് ചെയ്യാൻ ആ കുട്ടിക്ക് പറ്റുമോ എന്നുള്ളതൊക്കെ ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ സ്പെഷ്യൽ കെയർ എന്ന് കഴിഞ്ഞാൽ ഇവരുടെ ക്ലാസ്സിൽ കൊമേഴ്സിൽ 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ സ്കൂളിൻ്റെ സ്ട്രെങ്ത് അതിൽ. അപ്പോൾ ഈ 5 പേരെ ടീച്ചേഴ്സിന് നല്ലപോലെ ശ്രദ്ധിക്കാൻ കഴിയും. പിന്നെ ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി മനോജിന് എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ ഇവിടുത്തെ സപ്പോർട്ട് അതും കൂടെ ആണല്ലോ, അതും ഒരു പാർട്ടാണല്ലോ. അതെ, എല്ലാ സ്കൂളിലും ഏത് സ്കൂളിലാണെങ്കിലും ഇപ്പോൾ ബ്ലൈൻഡ് സ്കൂൾ ആയിക്കോട്ടെ, കുട്ടമശ്ശേരി ഗവൺമെന്റ് സ്കൂൾ ആയിക്കോട്ടെ, ഇപ്പോൾ സെന്റ് ആന്റണീസ് ആയിക്കോട്ടെ, എല്ലാ ടീച്ചേഴ്സും ഭയങ്കരമായിട്ട്
എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ വീട് എവിടെയാ വരുന്നത്? പ്രോപ്പർ പാലക്കാടാണ്. ഇപ്പം മോൻ്റെ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ 12 വർഷമായിട്ട് ആലുവയിലും ഇപ്പോൾ 2 വർഷമായിട്ട് കിഴക്കമ്പലത്തുമാണ്. കിഴക്കമ്പലത്താണ്. ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് നിങ്ങൾ കിഴക്കമ്പലത്തേക്ക് മാറി തുടങ്ങിയത്? അതെ. ഞാൻ 10th കഴിഞ്ഞപ്പോൾ 10th സ്റ്റേറ്റ് സിലബസാണ്. അപ്പോൾ കുറച്ചും കൂടെ കോമ്പറ്റേറ്റീവ് CBSE ആണ്. സ്റ്റേറ്റ് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം CBSEയിൽ കിട്ടുമോ, ഇവന് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത് ഒരിത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ അവനത് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമ്മൾ ചെയ്യുന്ന ഒരു ഇതാണോ എന്ന് പറഞ്ഞിട്ട് കുറച്ചാളുകൾ ആലോചിച്ചിട്ട് മതി എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് അവനിലൊരു കോൺഫിഡൻ്റ് ഉള്ളത് കൊണ്ട് ഞാൻ എന്തായാലും ശരി, നമ്മളൊരു ചലഞ്ച് ഏറ്റെടുക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. ഒരു ചലഞ്ചാണ് ഇത്. വിൻ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ പിന്നെ ഒന്നിനെക്കുറിച്ചും ഇനി ആലോചിക്കണ്ട എന്നുള്ളത് അത് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ വന്നത്. മനോജിന് ഇനി ആരാകണമെന്നാണ് ആഗ്രഹം? എനിക്ക് ഒരു സിവിൽ സർവൻ്റ് ആണെന്നാണ് താല്പര്യം. അതിനു വേണ്ടിയുള്ള എന്താ പറയാ ചവിട്ടുപടികൾ ഓരോന്നും ഇങ്ങനെ കിടന്നോണ്ടിരിക്കുകയാണ് അല്ലേ? ഇനിയിപ്പം അടുത്തത് BA ആണ് എടുക്കാൻ പോകുന്നത്. BA എടുക്കാം. എക്കണോമിക്സ് അല്ലേ? എക്കണോമിക്സ് ആണോ ഇഷ്ടം? അപ്പൊ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരുന്നൊക്കെ അറിയാം. ടഫാണ്. അങ്ങനെ ഒന്നും ആലോചിക്കുന്നേ ഇല്ല. എന്താണെങ്കിലും നമ്മൾ പഠിച്ചെടുക്കും അല്ലേ? അങ്ങനെ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെ ആലോചിക്കാനേ നമ്മൾക്ക് ടൈം ഉണ്ടാവുള്ളൂ. അടിപൊളി. ഇതാണ് സ്പിരിറ്റ്. എന്തായാലും അടിപൊളിയായിട്ട് ഇനിയും പഠിക്കുക. അച്ഛൻ്റെ അമ്മയുടെ സപ്പോർട്ട് അല്ലാതെ എന്താ പറയാ എല്ലാവരുടെ കൂട്ടുകാരുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ട് അല്ലേ? അതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന നാൾ മുതൽ മോൻ്റെ 2 പേരുണ്ട്. ഒന്ന് വിശ്വജിത്ത്, പിന്നെ പൗലോ, പിന്നെ എഡ്രിയാൻ. അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സന്തത സഹചാരികളാണ്. മനോജ് വന്നു കഴിഞ്ഞു പറഞ്ഞാൽ എപ്പോഴും കൂടെ എന്ത് കാര്യത്തിനും അവര് ഇവരുടെ കൂടെ ഉണ്ട്. അത് തന്നെ ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. എത്ര നല്ലൊരു കൂട്ടുകാരനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാ നല്ല കൂട്ടുകാരാണ് ഒരു പരിധിവരെ വിജയത്തിന് എന്താ പറയുക ഒപ്പം ഉണ്ടാവുന്നതിൻ്റെ ഒരു കാരണം. അതെ. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പലിൻ്റെ അടുത്തും കൂടെ ഒന്ന് സംസാരിച്ചാലോ? സെൻറ് ആന്റണീസ് പബ്ലിക് സ്കൂളിനെ ഇന്ന് ഏറ്റവും അഭിമാനത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് മനോജാണ്. 100% അന്ധനായ മനോജിലൂടെ ഈ വിദ്യാലയം CBSE സ്കൂളിൻ്റെ പരീക്ഷയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കി. എല്ലാ വിഷയത്തിനും A1 അതുപോലെ തന്നെ 2 വിഷയങ്ങൾക്ക് 100-ൽ 100 മാർക്ക് കരസ്ഥമാക്കിയ മനോജ് ഒരിക്കൽ പോലും ഡെയിലി ലിപി ഉപയോഗിച്ചിട്ടില്ല, ഒരു സ്ക്രൈബിന് ഉപയോഗിച്ചിട്ടില്ല, ഒരു സഹായിയായിട്ട് ആരെയും ഉപയോഗിക്കാതെയാണ് CBSEയുടെ പരീക്ഷ എഴുതിയത്. അവൻ്റെ വിദ്യാലയം നടക്കുമ്പോൾ ഒരു വാക്കി സ്റ്റിക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല. അത്രമാത്രം സ്വതന്ത്രമായിട്ട് അവൻ ഈ വിദ്യാലയത്തിൽ നടന്നു നിൽക്കുകയായിരുന്നു. ഒത്തിരിയേറെ കഴിവുകളും അറിവുകളും ദാനങ്ങളും ഉള്ളൊരു വ്യക്തിയാണ്. ബാഹ്യമായ അന്ധത അവൻ്റെ ഉൾക്കണ്ണിനെ തുറന്ന് മനോഹരമായിട്ട് അവന് ഈ ലോകത്തെ കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അവന് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതിന് കാരണം അതാണ്. ദൈവികമായുള്ളൊരു ഉൾവിളി അവൻ്റെ ജീവിതത്തിലുണ്ട്. അവന് ഉന്നതമായ വിജയം കരസ്ഥമാക്കാനായിട്ട് ഉന്നത പഠനത്തിനായിട്ട് പോകുമ്പോഴും അവൻ പറയുന്ന കാര്യം ഇതാണ്: ഞാൻ സാധാരണ വിദ്യാർത്ഥി പഠിക്കുന്നത് പോലെ പഠിക്കാനാണ് ആഗ്രഹിക്കുക. ഇനി അവൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉന്നതമായ ഡൽഹി ബേസ്ഡ് ഏതെങ്കിലും കോളേജുകളിൽ ഡിഗ്രിക്ക് പഠിക്കാനായിട്ട് പോകുമ്പോൾ അവൻ എല്ലാവിധ ആശംസകളും നേരുകയാണ് വിജയം വരിക്കാൻ വേണ്ടിയിട്ട്. ഈ വിദ്യാലയം എന്നും അഭിമാനത്തോടു കൂടി മനോജിനെ ഓർത്തിരിക്കും. മനോജിലൂടെ ദൈവം ഒരുപാട് നന്മകൾ ലോകം മുഴുവൻ ചെറിയട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും. ഒരു സ്പെഷ്യൽ കിഡായിട്ടുള്ള മനോജിനെ പഠിപ്പിക്കാനായിട്ട് ഒരു നോർമൽ കിഡിനേക്കാളും കുറച്ചുകൂടി ബുദ്ധിമുട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു പഠന രീതി? മറ്റ് സ്റ്റുഡൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു മനോജ്. അങ്ങനെ ഒരു ഭിന്നശേഷിക്കാരനെ നമ്മുടെ സ്കൂളിൽ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ ഇന്ന് മറ്റേത് സ്കൂളിലെയും പോലെ AV എയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ് റൂമുകളിലും നമ്മുടെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്ലാസ് റൂമിലിരുന്ന് ഇങ്ങനെ ഒരു ഭിന്നശേഷിക്കാരൻ എങ്ങനെയായിരിക്കും ക്ലാസ്സുകൾ സ്വീകരിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചും വളരെയധികം കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ നമ്മളുടെ എക്സ്പെക്റ്റേഷനിൽ നിന്നും ഒത്തിരി വിരുദ്ധമായിട്ട്
മറ്റേത് കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നതിലും ഭംഗിയായി. ഈവൻ നമ്മൾ വിചാരിക്കും നമ്മൾ മൂവ് ചെയ്താൽ അറിയില്ല, നമ്മളെ ഇമോഷൻസ് മുഖത്ത് കാണിക്കുമ്പോൾ അത് കാണില്ല, അറിയില്ല എന്നൊക്കെ. പക്ഷേ നമ്മൾ ഏറ്റവും അധികം ആ ഒരു ക്ലാസ്സിൽ ക്യാച്ച് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ മനോജായിരിക്കും. അത് ക്ലാസ്സിൽ പറയുന്ന ഓരോ കാര്യം, ഈവൻ നമ്മുടെ മൈന്യൂട്ടായിട്ടുള്ളൊരു പ്രൊനൗൺസിയേഷൻ പോലും അത് അതേ രീതിയിൽ ക്യാച്ച് ചെയ്തിട്ട് ഹീ ഈസ് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ബാക്ക് ടു അസ്. ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച് പോലും വളരെ ഭംഗിയായിട്ട് അതിന് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുകയാണെങ്കിൽ അതിൽ ഭാഗഭാക്കാവുന്നു. അങ്ങനെ പഠിക്കുന്ന കാര്യത്തിൽ അക്കാഡമിക്സിൻ്റെ ഏരിയയിൽ ഏറ്റവും ഭംഗിയായ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കുട്ടിയായിരുന്നു മനോജ്. അത് ക്ലാസ് മുറിയിലും അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഫൈനലി ഞങ്ങളുടെ ബോർഡ് എക്സാം റിസൾട്ടിലും ആ ഒരു മികവ് അവൻ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ആക്ച്വലി സ്പെഷ്യലി ഏബിൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മുടെ സ്കൂളിനെ കാണിച്ച, ഈ ലോകത്തെ കാണിച്ചു കൊടുത്ത ആ വളരെ ചുരുങ്ങിയ ഒരു പോപ്പുലേഷനിൽ പെടുന്ന ഒരു മുത്താണ് ഞങ്ങളുടെ മനോജ്. ഒരുപാട് പ്രൗഡാണ് ഞങ്ങൾ മനോജിൻ്റെ കാര്യം പറയുമ്പോൾ. ഇനിയും ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ മനോജിനെ കുറിച്ച് നീണ്ട ഒരു ടോക്കിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ റെഡിയാണ്. അത്രയും ഞങ്ങൾക്കുണ്ട് വിശേഷങ്ങൾ മനോജിനെ കുറിച്ച് പറയാൻ. അപ്പൊ മനോജ് നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. താങ്ക് യു. ഓക്കെ.